വെൽക്കം ടു HUB. നമ്മൾ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എടുക്കുന്നത്. ഓക്കെ, റെയിൽവേ എക്സാമിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. നമുക്ക് റെയിൽവേ എക്സാംസ് ഏതൊക്കെ എക്സാംസ് വിളിക്കാറുണ്ട്, എന്തൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്, റീസണിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അതാണ് നമുക്ക് എക്സാം പാറ്റേണും അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ എക്സാംസ് ആണ് ഇവിടെ വിളിക്കാറുള്ളത് നമുക്ക് അറിയാം, നോക്കാം. ഓക്കെ, നമുക്ക് വിളിക്കുന്ന മെയിനായിട്ടും ഒരു 6 എക്സാംസ് റെയിൽവേയുടെ ഭാഗത്ത് നമുക്ക് എക്സാംസ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വരുന്ന എക്സാം NTPC ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം എന്ന് പറഞ്ഞാൽ NTPC ആണ്. NTPCക്കകത്ത് നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റും ക്ലർക്ക് ലെവൽ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ലെവൽ 2ഉം ലെവൽ 3ഉം ലെവൽ 4ഉം 5ഉം 6ഉം ഒക്കെ NTPCക്കകത്ത് വരുന്ന എക്സാംസിനകത്താണ് വരുന്നത്. അല്ലെങ്കിൽ NTPC എന്ന എക്സാം വിളിക്കുമ്പോഴാണ് വരുന്നത്. പിന്നെ ALP ലോക്കോ പൈലറ്റ് പോസ്റ്റ് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് വിളിക്കാറുണ്ട്. ഇത് നോൺ ടെക്നിക്കൽ പോസ്റ്റാണ് NTPC എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ടെക്നീഷ്യൻ പോസ്റ്റ് വിളിക്കുന്ന സമയത്ത് അതിൻ്റെതായ ഡിഗ്രികളും കാര്യങ്ങളും ഉള്ളവർക്കാണ് അത് വിളിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് D പോസ്റ്റും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് വിളിക്കാറുണ്ട്. RPFന്റെ പോസ്റ്റും വിളിക്കാറുണ്ട്. ഓക്കെ, ഈ എക്സാംസ് ആണ് സാധാരണ ഇതിൽ വിളിക്കുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ALP ആദ്യം വിളിക്കും, അതുപോലെ ടെക്നീഷ്യൻ വിളിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് JEയും RPFും ഗ്രൂപ്പ് Dയും വിളിച്ചിട്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് NTPC എക്സാം വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും സാധാരണ ഇതിൽ 3 വർഷം കൂടുമ്പോഴാണ് റെയിൽവേ എക്സാംസ് വിളിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നത് എല്ലാ വർഷവും ഇനി മുതൽ റെയിൽവേ എക്സാംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്കിൽ നമുക്ക് SSC എക്സാം പോലെ തന്നെ എല്ലാ വർഷവും റെയിൽവേ എക്സാംസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റെയിൽവേ എക്സാംസ് ഈ 6 എണ്ണമാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ എന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, എക്സാം പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ SSCയുടെയും ബാങ്കിൻ്റെയൊക്കെ പറയുന്ന പോലെ SSCയുടെ എക്സാംസിന്റെ പാറ്റേൺ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് എക്സാംസ് മാറുന്നതനുസരിച്ച് അതിന്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പാറ്റേൺസിലും ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജിലൊക്കെ മാറ്റം ഉണ്ടാവും. ഒരിട്ട ടയറിൽ എക്സാം കഴിഞ്ഞിട്ട് നേരെ ഫിസിക്കല് പോകുന്ന എക്സാംസുകളുണ്ട്. അല്ലെങ്കിൽ ടയർ 1 കഴിഞ്ഞിട്ട് നേരെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ പോകുന്നത് ടൈപ്പിംഗ് ടെസ്റ്റിൽ, അങ്ങനത്തെ ടെസ്റ്റിലുണ്ട്. അല്ലെങ്കിൽ ഒരു എക്സാം മാത്രം വെച്ച് നമുക്ക് നേരെ പോസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ടയർ 1, ടയർ 2 അല്ലെങ്കിൽ CBT 1, CBT 2. കാരണം നമുക്ക് റെയിൽവേ എക്സാമിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 1, CBT 2 എന്നാണ് പറയുന്നത്. അങ്ങനെ 2 ടയറുകൾ നടത്തുന്ന രണ്ട് എക്സാംസ് ആയിട്ട് നടത്തുന്ന എക്സാംസ് ആണ്. അങ്ങനെ പല പാറ്റേണിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് NTPCയുടെ എക്സാമാണ്. അപ്പം NTPC എന്ന് പറയുന്നത് 2 CBT വെച്ച് വരുന്ന എക്സാം ആണ്. ഓക്കെ, NTPC എക്സാം എന്ന് പറഞ്ഞാൽ 2 CBT വെച്ച് CBT 1, CBT 2 വെച്ച് വരുന്ന എക്സാം ആയതുകൊണ്ട് നമ്മൾ NTPC ഫോമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ എക്സാമിനും ടയർ 1, 9ലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത് യൂസ്ഫുൾ ആകും. ഇതിനകത്ത് ചില ടെക്നിക്കൽ പോസ്റ്റിലുള്ള സ്ഥിതിക്ക് ടെക്നിക്കൽ പോസ്റ്റും ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. ഓക്കെ, NTPC എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പാറ്റേൺ വരുന്ന സമയത്ത് നമുക്ക് റീസണിങ് അതിനകത്താണ് വരുന്നത്. അപ്പം ടയർ 1ലൊക്കെ ഏകദേശം എല്ലാ എക്സാമിനും റീസണിങ് വരാറുണ്ട്, കോണ്ട് വരാറുണ്ട്, ജനറൽ അവയർനെസ്സും വരാറുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരാം. ഇതിന്റെ വെയിറ്റേജും മാർക്കുകൾക്കൊക്കെ ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടയർ 1 അല്ലെങ്കിൽ CBT 1 എക്സാം വരുന്ന സമയത്ത് 90 മിനിറ്റിലാണ് ഒരു എക്സാം വരുന്നത്. 90 മിനിറ്റിൽ വരുന്ന എക്സാമിന് ഒറ്റ ടൈമിംഗ് ആട്ടോ, ഒറ്റ ടൈമിലാണ് നമുക്ക് ഒരു സെപ്പറേറ്റ് ടൈമിംഗ് എന്നല്ല, ഒറ്റ ടൈമിൽ 90 മിനിറ്റിൽ നമുക്ക് എക്സാം വരുന്ന സമയത്ത് റീസണിങ്ങിന്റെ പാർട്ടായിട്ട് 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അതുപോലെ ജനറൽ അവയർനെസിന്റെ ഒരു 40 മാർക്കിന്റെ ക്വസ്റ്റിനും മാത്തമാറ്റിക്സിന്റെ ഒരു 30 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, 40 ക്വസ്റ്റ്യൻ 40, അങ്ങനെയാണ് വരുന്നത്. അതുപോലെ നെഗറ്റീവ് മാർക്ക് കൊണ്ട് 1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അതായത് 3 ക്വസ്റ്റിന് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ ഒരു മാർക്ക് പോവുക എന്നുള്ളതാണ്. 1/3 മാർക്കാണ് നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു CBT 1 ടയർ 1ൽ വരുന്ന സമയത്താണ് വരുന്നത്. നിങ്ങൾ ഈ നമ്പർ കാണുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ SSC എക്സാം ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ടും എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണോ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം വരെയും, അപ്പം ലാസ്റ്റ് 2019 എക്സാം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വിളിച്ച എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വർഷത്തെ എക്സാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇവർ സെപ്പറേറ്റ് കോണ്ട്, റീസണിങ്, ജനറൽ അവയർനെസ് സെപ്പറേറ്റ് തരാറില്ല, മിക്സഡ് ആയിട്ടായിരിക്കും തരിക. ഓക്കെ, നമ്മൾ റീസണിങ് സെപ്പറേറ്റ് ചെയ്യുക, കോണ്ട് സെപ്പറേറ്റ്, അങ്ങനെയല്ല, എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് 100 ക്വസ്റ്റ്യൻ കിടക്കുമായിരിക്കും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില സമയങ്ങളിൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് നമ്പർ കൂടാറുണ്ട്, കുറയാറുണ്ട്. ജനറൽ അവയർനെസ് കുറച്ച് കൂടുതൽ ചോദിക്കാറുണ്ട്, കോണ്ടിന്റെ ചിലപ്പോൾ കുറച്ചും കൂട്ടിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഈ നമ്പർ അവർ പറയുന്നതാണെങ്കിലും ഇത് കൃത്യമായിട്ട് 30 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ തന്നെ വരണം നിർബന്ധമില്ല. മിക്സഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു 100 ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓർഡറിൽ അങ്ങ് ചെയ്യുക, ആ ഒരു രീതിയിൽ ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ വെറുതെ വേറൊരു കാര്യം, SSC എക്സാം നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു പാർട്ട് നമുക്ക് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ജനറൽ അവയർനെസ്സസ് നമുക്ക് സയൻസും അതുപോലെ തന്നെ എന്താ പറയുക കറണ്ട് അഫയേഴ്സും എല്ലാം പെടുന്നതാണ് ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് CBT-1, അതായത് നമ്മുടെ ഒരു NTPC എക്സാമിൽ CBT-1 കഴിഞ്ഞ വർഷത്തെ എക്സാം വെച്ചുള്ള ഒരു പാറ്റേൺ നമ്മൾ പറയുന്നത് കേട്ടോ. ഇതുവരെ പാറ്റേൺസിനാണ് ചേഞ്ച് ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം ഇവിടെ നമുക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ CBT-2ലേക്ക് പോകുന്ന സമയത്തും ഇതേ 3 ടോപ്പിക്കുകൾ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതേ 3 ടോപ്പിക്കുകൾ തന്നെയാണ്. റീസണിങ്ങും മാത്സും ജനറൽ അവയർനെസ്സും തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീസണിങ്ങിന്റെ പാർട്ടിലായിട്ട് 35 ക്വസ്റ്റിനും മാത്സ് 35 ക്വസ്റ്റിനും ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ 120 ക്വസ്റ്റ്യൻ. നേരത്തെ 100 ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇവിടെ 120 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈമിന് വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, അവിടെ നിങ്ങൾ CBT-1 90 ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 120 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം 90 മിനിറ്റ്സ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. എങ്കിലും നമുക്ക് എന്താണ് ഇതിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. 90 മിനിറ്റ് തന്നെയാണ് 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ. അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും ഇല്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും. ഇവിടെ 90 മിനിറ്റ് 120 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. അപ്പം കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുന്ന എങ്ങനെ വെച്ചാൽ ടൈം അവർ കുറച്ചുകൂടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ ഡിഫിക്കൽട്ടി വരുന്നത് കേട്ടോ. ടൈം സ്പീഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ വരുന്ന സമയത്ത് വലിയ ഡിഫറൻസ് വരുന്നില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വന്നിട്ടില്ല. ഇതാണ് CBT-2 വരുന്നത്. CBT-2 എന്ന് പറയുന്നത് നമുക്ക് NTPC എക്സാമിന് CBT-2 വരുന്ന 2 പാർട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ടെക്നിക്കൽ സൈഡ് അല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് NTPCക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. റീസണിങ്, മാത്സ്, ജനറൽ അവയർനെസ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് വരിക. ALP എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും CBT-2ലേക്ക് പോകുന്ന സമയത്ത് ഇതും അതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ റീസണിങ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ റീസണിങ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഓക്കെ, റീസണിങ് ടോപ്പിക്സ് നമുക്ക് നമ്മുടെ ഒരു സിലബസിനകത്ത് ഇങ്ങനെ കിടക്കും. നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് അനലോഗീസ്, കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, റിലേഷൻഷിപ്സ്, അനലിറ്റിക്കൽ റീസണിങ്സ്, സിലോജിസം, ജംബ്ലിംഗ്. ചില ടേമുകൾ മാത്രം നമ്മൾ കേട്ട് പരിചയമുള്ള ടേമുകളാണ് അല്ലെ. ഇപ്പോൾ സിലോജിസം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് പരിചയമുണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് നമുക്ക് കേട്ട് പരിചയമുണ്ടായിരിക്കും, അതുപോലെ പസിൽ നമ്മൾ കേട്ട് പരിചയമുണ്ടായിരിക്കും, ഡേറ്റാ സഫിഷ്യൻസി നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ ചില ടേമുകളൊന്നും നമ്മൾ അങ്ങനെ കേട്ട് പരിചയമുള്ള ടേമുകളൊന്നും അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെട്ര. ഓക്കെ, ഇത് വളരെ വലിയൊരു ഹൈലൈറ്റ് ആണ്. കാരണം എക്സെട്ര എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ എന്ത് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചാലും അത് എക്സെട്രയിൽ പെടുന്നതാണെന്ന് നമുക്ക് പറയും. ഓക്കെ, നമ്മൾ ഒരിക്കലും നമ്മൾ ഈ സിലബസ് നോക്കിയെന്നല്ല നമ്മളൊരു SSC എക്സാം ആണെങ്കിലും റെയിൽവേ എക്സാം ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള എക്സാമുകളിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുണ്ട്, ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു ടോപ്പിക്കിന് ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ രീതിയിൽ നമ്മൾ SSC എക്സാമിന് വരുന്ന പാറ്റേൺസ് അല്ലെങ്കിൽ SSC എക്സാമിന് വരുന്ന ടോപ്പിക്കുകൾ അത് തന്നെയാണ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുക റെയിൽവേ എക്സാമിനും വരുന്നത്. ചില ടോപ്പിക്കുകൾ ചോദിക്കുന്നതിന്റെ വെയിറ്റേജ് കുറവായിരിക്കും, ചില ടോപ്പിക്കുകൾ ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ നമുക്കൊരിക്കലും ഇത് ചോദിക്കത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല. കാരണം SSC പാറ്റേണിലാണ് റെയിൽവേ എക്സാം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് SSCയിൽ ചോദിക്കുന്ന എല്ലാ ടോപ്പിക്കും നമുക്ക് എവിടെയും വരാം, റെയിൽവേ എക്സാമുകളിലും വരാം. അപ്പോൾ റെയിൽവേ എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് SSCക്ക് ചോദിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്താണ് റെയിൽവേ എക്സാമിന് ചോദിക്കാറുണ്ട്. റാങ്കിങ്ങിനെ സ്ഥിരമായിട്ട് ചോദിക്കില്ല കൂടിയും വളരെ ഏറായിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ക്ലോക്ക്, കലണ്ടർ കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക് ആട്ടോ. നമുക്ക് റെയിൽവേ എക്സാമിൽ കലണ്ടറൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ്, ഡീകോഡിംഗ്, അനലോഗി, ഓഡ് വൺ ഔട്ട് സീരീസ്, ഈ 4 ടോപ്പിക്കുകൾ നമ്മൾ SSCയുടെ കൺസെപ്റ്റ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത ഇതിനെപ്പോഴും വെയിറ്റേജ് കൂടുതൽ കൊടുക്കും. അതിപ്പോൾ റെയിൽവേ എക്സാമിനും അങ്ങനെ തന്നെയാണ്, ഇതിന് വെയിറ്റേജ് കൂടുതൽ കൊടുക്കും. കാരണം വെയിറ്റേജ് കൂടുതൽ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത, ഈ ടോപ്പിക്കുകളെല്ലാം ലോജിക്ക് ബേസ്ഡ് ടോപ്പിക്കുകളാണ്. ലോജിക്ക് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരുപാട് എന്താ പറയുക ടൈം കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു എക്സാം ഹോളിൽ പോയിട്ട് ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് ടൈം പോകാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് അവർ ഇതിന് ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ വരുന്ന ആൽഫബറ്റ് ടെസ്റ്റ്, ആൽഫബറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ. സിലോജിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം SSC റെയിൽവേ എക്സാമിൽ ചോദിക്കാൻ. പക്ഷേ റെയിൽവേ എക്സാമിൽ ചോദിക്കുമ്പോൾ ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും അല്ല,
അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്ന ഡേറ്റാ സഫിഷ്യൻസി നമ്മൾ ബാങ്ക് എക്സാമിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഡേറ്റാ സഫിഷ്യൻസി. അത് റെയിൽവേ എക്സാമിൽ ചോദിക്കാറുണ്ട്. നമ്മൾ കണ്ടായിരുന്നു, നമുക്ക് സിലബസ് തന്നെ കിടപ്പുണ്ട്, ഡേറ്റാ സഫിഷ്യൻസി കിടപ്പുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ റീസണിങ്ങിന്റെ പാർട്ട്. റെയിൽവേ എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. കാരണം ഒരുവിധം മുമ്പുള്ള എക്സാമെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന ടോപ്പിക്ക്. ഇതിന് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. കാരണം സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ പോലെ, നമ്മുടെ ഈ പറഞ്ഞ ലോജിക് ബേസ്ഡ് ടോപ്പിക്കുകൾ പോലെ ടൈം കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉള്ളത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് പസിലും നമുക്ക് വരും കേട്ടോ. നമുക്ക് സിലബസിനകത്ത് പസിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടില്ല, പക്ഷേ സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലും ഏകദേശം ഒരേ പാറ്റേൺ വരുന്ന ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് അറിയാം സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താണ്, പസിൽ എന്താണെന്നൊക്കെ അറിയാം. ഒരു റോയിൽ കുറെ ആൾക്കാരെ പിടിച്ചെടുത്തുക, സർക്കിൾ ചുറ്റും കുറെ ആൾക്കാരെ പിടിച്ചെടുത്തുക, അതാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പസിൽ എന്ന് പറഞ്ഞാൽ വേറെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിടിച്ചിരുത്തുന്ന അറേഞ്ച്മെന്റ് ക്വസ്റ്റൻ അല്ല, പക്ഷേ അവിടെ നമുക്ക് ഒരു 2-3 ഡേറ്റ നമുക്ക് കമ്പൈൻ ചെയ്യുക, ചേരുമ്പോൾ ചേർക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ ഡേറ്റാസ് വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കളറോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ അങ്ങനെയൊക്കെ വന്നിട്ട് ആർക്ക് ഏത് ഫുഡ് ഐറ്റംസ് ഇഷ്ടമാണ് എന്നുള്ളതിലുള്ള ഒരു കംപ്ലീഷൻ നമ്മൾ വരേണ്ടത്. അപ്പം ABCDE അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ്, ബ്ലൂ, റെഡ്, യെല്ലോ. അപ്പം അല്ലെ ഏത് കളർ ഏത് ഇഷ്ടമെന്ന് നമുക്ക് ഡയറക്റ്റ് പറയത്തില്ല, ഡേറ്റ പറയും. എക്ക് ഇത് കളർ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ബിക്ക് ഇന്ന കളേഴ്സ് ഇഷ്ടമല്ല, സിക്ക് ഈ കളർ അല്ലെങ്കിൽ മറ്റേ കളറായിരിക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ഡേറ്റാസ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു വലിയ ഡേറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്ത് നമ്മൾ എന്താണ് ആർക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റിനകത്ത് ഏതൊരു കളർ ഇഷ്ടപ്പെടുന്ന ആളാരാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഒരാൾക്ക് ഏത് കളർ ഇഷ്ടം അങ്ങനെ കണ്ടുപിടിക്കുന്ന സാധനം, അതാണ് ഈ പസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പം റെയിൽവേ എക്സാമിന് ഒരുപാട് നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ NTPC ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റൻ നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട്. ഒരു 3-4 ക്വസ്റ്റനൊക്കെ ഒരു ഷിഫ്റ്റ് തന്നെ, കാരണം 120 ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 35 ക്വസ്റ്റൻ റീസണിങ്. അപ്പോൾ അതിനകത്തൊരു 3-4 ക്വസ്റ്റൻ തന്നെ നമുക്ക് എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റൻ ചോദിക്കുന്നത്. അപ്പം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റൻ പ്രത്യേകം ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് അതിൽ കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ സ്പീഡിൽ ചെയ്യണം എന്നുള്ളതാണ് അത് അവരുടെ ആവശ്യം. നമ്മൾ എത്രത്തോളം സ്പീഡിൽ നമുക്ക് ചെയ്ത് അത് ചെയ്ത് തീർത്ത് ബാക്കിയുള്ള മാക്സിമം ക്വസ്റ്റൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഓക്കെ, അടുത്ത നോൺ വെർബൽ റീസണിങ്. നോൺ വെർബൽ റീസണിങ് നമുക്കറിയാം ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻസിനാണ് നമ്മൾ നോൺ വെർബൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് ക്യൂബ്സ് ആൻഡ് ഡൈസും മിറർ ഇമേജ് വാട്ടർ ഇമേജും. കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് ക്യൂബ്സ് ആൻഡ് ഡൈസും മിറർ ഇമേജ് വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. പിന്നെ പേപ്പർ കട്ടിങ്, പേപ്പർ ഫോൾഡിങ്, പിന്നെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻ ഞാൻ നോൺ വെർബൽ റീസണിങ് എല്ലാം ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ്. ഇതൊന്നും അല്ലാതെ വരുന്ന ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻ, അതായത് കൗണ്ടിങ് ഫിഗേഴ്സ്, അല്ലെങ്കിൽ വെൻ ഡയഗ്രാം അനാലിസിസ്, അല്ലെങ്കിൽ എംബഡഡ് ഫിഗർ സീരീസ്, ഫിഗർ ക്ലാസിഫിക്കേഷൻ, ഫിഗർ അനലോഗ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറേ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം അവിടെ ചേർന്ന് വരുന്നതാണ് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് എന്താണ് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് നമ്മൾ നോക്കുമ്പോൾ ഈ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാൻ നമുക്ക് പറ്റും. ഇതൊന്നും നമുക്ക് നമ്മൾ കണ്ട സിലബസിനകത്ത് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്. അപ്പം നമുക്കിതൊന്നും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമ്മൾ നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ ഈ ടോപ്പിക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യുക കൂടുതൽ നമ്മൾ കാണുക എക്സാമിന്. ഓക്കെ, ഇപ്പോൾ ടോപ്പിക്കൽ ഡീറ്റെയിൽസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റെയിൽവേ എക്സാം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി SSC വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക മാർക്ക് സ്കോർ ചെയ്ത് ജോലി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് കേട്ടോ റെയിൽവേ എക്സാം. കുറച്ച് വേക്കൻസീസ് എപ്പോഴും കൂടുതൽ വിളിക്കാറുണ്ട്, കമ്പാരിറ്റീവ്ലി ആണ് പറയുന്നത്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം SSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതും, ഒരേ എന്താണ് ടോപ്പിക്കുകൾ തന്നെയാണ് റീസൺ എന്ന് പറഞ്ഞാൽ. ചില ടോപ്പിക്കുകൾക്ക് വെയിറ്റേജ് കൂടുതൽ കൊടുക്കും, കുറച്ച് കൊടുക്കും എന്നുള്ള വ്യത്യാസമാണ് അവിടെയും വരുന്നത്. അപ്പോൾ ഒരു എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പിനായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെ എക്സാംസ് ഉണ്ടായിരിക്കും, എന്തൊക്കെ ടോപ്പിക്കുകൾ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.